ഇൻക്രെഡിബിൾ ഇന്ത്യ കേൾക്കാൻ എന്ത് രസമാണല്ലേ. ലോകം മുഴുവൻ ഇന്ത്യ ഇങ്ങനെ വിളിക്കുമ്പോൾ നമുക്ക് അഭിമാനം തോന്നാറുണ്ട്. ഇപ്പോൾ കേന്ദ്രത്തിന്റെ ബജറ്റിൽ കേരളത്തെ വിളിക്കാൻ ശശി തരൂർ ഒരു പേര് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇൻവിസിബിൾ കേരള. അതെ, 2026 കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ ഇന്ത്യയുടെ മാപ്പിൽ നിന്ന് കേരളം എങ്ങോ മാഞ്ഞു പോയതുപോലെയാണ് തോന്നുന്നത്. തരൂർ ചോദിക്കുന്നത് വളരെ ലളിതമായ കാര്യമാണ്. ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ ആയുർവേദത്തെ പറ്റി പറഞ്ഞു, പക്ഷേ ആയുർവേദത്തിന്റെ നാടായ കേരളം എങ്ങുമില്ല. മീൻപിടുത്തക്കാരെ കുറിച്ചുള്ള പദ്ധതികളുണ്ട്, പക്ഷെ അതിലും കേരളമില്ല. നാളികേരത്തെ പറ്റി പറഞ്ഞു, അതിലും കേരളമില്ല. കപ്പൽ അറ്റകുറ്റപ്പണികളുടെ കാര്യം വന്നപ്പോൾ വാരണാസിയും പട്നയും ഉണ്ട്, പക്ഷേ വിഴിഞ്ഞവും കൊച്ചിയും അടക്കമുള്ള കേരളം എങ്ങോ മാഞ്ഞു പോയിരിക്കുന്നു. വിദേശ നാണ്യം വാരിക്കൂട്ടുന്നതിലും നൈപുണ്യമുള്ള തൊഴിലാളികളെ നൽകുന്നതിലും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനം കേന്ദ്രത്തിന്റെ ബജറ്റിൽ അപ്രത്യക്ഷമാകുന്നത് വല്ലാത്തൊരു മാജിക് തന്നെയാണെന്നും ശശി തരൂർ പറയുന്നുണ്ട്. തരൂർ പറഞ്ഞതുപോലെ ഇതൊരു ബജറ്റ് ഓഫ് ഇൻവിസിബിൾ കേരള തന്നെയാണ്. പക്ഷേ ബജറ്റിൽ കേരളത്തിന് തിരിച്ചടി നേരിട്ടെങ്കിലും കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വലിയൊരു കാറ്റ് ആഞ്ഞടിക്കുക തന്നെ ചെയ്യുന്നുണ്ട്. മറ്റൊന്നുമല്ല, നമ്മുടെ തിരുവനന്തപുരം MP വീണ്ടും മെയിൻ സ്ട്രീമിലേക്ക് എത്തിയിരിക്കുകയാണ്. കുറച്ചു നാളുകളായി ഹൈക്കമാൻഡുമായി ഉടക്കി നിൽക്കുകയാണ് എന്ന് പറഞ്ഞവർക്ക് ഇപ്പോൾ തരൂർ തന്നെ മറുപടി നൽകിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി മല്ലികാർജുൻ ഖാർഗെയുമായി ശശി തരൂർ നടത്തിയ മീറ്റിംഗ് വലിയ ആവേശമാണ് കോൺഗ്രസ് ക്യാമ്പുകളിൽ സൃഷ്ടിച്ചത്. ഞങ്ങൾ ഒരേ പേജിലാണെന്ന് ആ ചർച്ചയ്ക്ക് ശേഷം തരൂർ പറഞ്ഞത് വെറും ഒരു വാചകമല്ല. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ നയിക്കാൻ അദ്ദേഹം മുന്നിൽ ഉണ്ടാകുമെന്ന ഒരു സന്ദേശമാണ്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വവും ശശി തരൂരിന്റെ ആഗോള കാഴ്ചപ്പാടും ചേരുമ്പോൾ അത് കോൺഗ്രസിന് നൽകുന്ന മൈലേജ് വളരെ വലുതാണ്. അതുപോലെ തന്നെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിനപ്പുറം ഒരു ഒത്തുചേരലിന്റെ സൂചന കൂടിയാണിത്. ചുരുക്കത്തിൽ കേന്ദ്രം കേരളത്തെ കണ്ടില്ലെന്ന് നടിക്കുമ്പോൾ കേരളത്തിന്റെ ശബ്ദമാകാൻ ഡൽഹിയിൽ ശക്തമായി തിരിച്ചെത്തിയിരിക്കുകയാണ് ശശി തരൂർ. ഇൻവിസിബിൾ കേരള എന്ന ഹാഷ്ടാഗിലൂടെ അദ്ദേഹം ഉയർത്തുന്നത് ഓരോ കേരളീയന്റെയും പ്രതിഷേധമാണ്.